ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, സെക്കുലറിസം എന്നിവ തിരികെ കയറ്റിയ വിഷയത്തിൽ ചർച്ച വേണമെന്ന RSS നിലപാടിന് പിന്തുണ ഏറുകയാണ്. രണ്ട് വാക്കുകളും അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർത്തതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണം എന്നുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രിയും അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ ശ്രീകാന്ത്. ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ RSS സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളെ നടത്തിയ ഒരു പരാമർശമാണ് ഈ ചർച്ചകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതായത് ഭരണഘടനയുടെ ആമുഖത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിലടച്ച് ചർച്ച പോലും കൂടാതെ സോഷ്യലിസം, സെക്കുലറിസം എന്നീ രണ്ട് വാക്കുകൾ ഇന്ദിരാഗാന്ധി തിരികെ കയറ്റിയതിൽ ചർച്ച വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതിന് വലിയ പിന്തുണയേറുകയാണ് നിലവിലിപ്പോൾ. വിവിധ രാഷ്ട്രീയ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ അതിന് പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് വരുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് വാക്കുകളും അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർത്തതാണെന്ന് കേന്ദ്ര മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് അദ്ദേഹവും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിലെ രണ്ട് വാക്കുകൾ ഇന്ത്യൻ നാഗരികതയ്ക്ക് എതിരാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച വേണം. അതായത് ഈ അടിയന്തരാവസ്ഥ കാലത്തെ ഉൾപ്പെടുത്തിയ അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കിയതിന് ശേഷം കരിനിയമം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങൾ അത് വേണമോ എന്ന് പരിശോധിക്കണമെന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതെ, അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിൽ RSS മുന്നോട്ട് വെച്ച അഭിപ്രായത്തിന് പിന്തുണ ഏറുകയാണ്. ഭരണഘടനയിൽ രണ്ടാമത് എഴുതി ചേർത്ത മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ അത് പുനഃപരിശോധിക്കണം എന്നുള്ള ആവശ്യമാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും മുന്നോട്ട് വെക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും S. ശ്രീകാന്ത്.